രാജപ്പ താഴെ കോളൊന്നും കിടക്കില്ല. സാറ് നമ്മുടെ നാട്ടുകാരനാ. നീ ഒരു ഗ്ലൂക്കോസ് ഒഴി. ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസ് എന്ന് சொன்னா இதுதான். കാപ്പി കച്ചവടം ഒരു മറതാണ്. கஷ்டிச்ச ஒரு கிளாஸ் தான் இருக்கு. ஏன்னா இப்ப ரொம்ப குளிருங்க, அதனால டிமாண்ட். ஐயோ ஐயோ, அது சாருக்கு உடம்பு உனக்கு வேறு தர்றேன். കഷ്ടിച്ച് ഒരു ഗ്ലാസേ കാണുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടല്ല. എവിടുന്ന് വന്നീ പണ്ടാരോ? പണ്ടാരം ചത്തുപോയത് നിന്റെ തള്ളയാ. ஐயோ சரக்கும் தீர்ந்து போச்சே. ஏ கழுவி, அந்த கிளாஸாவது கொடுமை. சாதனோட எடுத்திருப்புണ്ട്. சாரு வருவங்கி ഇവിടെ. இங்க பக்கம் தான் நம்ம காலனி. வீட்டுல நிறைய சரக்கு இருக்கு, கவலைப்பட வேண்டாம். வாங்கோ வாங்கோ. வாங்க சார். இப்போ குப்பை வெளியில் எடுக்க கூடாது, பழைய மாதிரி இல்ல. ஏன்னா போலீஸ்காரர் வந்து தூக்கி போயிடும். என் வீட்டில கூப்பிட்டு யாருக்கும் இதுவரை சாராயம் கொடுத்ததில்லை. நீங்கள் நம்ம நாட்டுக்காரனல்ல, அதனால ஸ்பெஷல். எங்கடி உங்க அம்மா? கூப்பிடுறீ இதெல்லாம் என் குழந்தைங்க. எனக்கும் என் பொண்டாட்டிக்கும் இந்த விஷயத்துல மட்டும் கடவுள் ரொம்ப குறைத்து வச்சிருக்கு. குறைச்சி கிட்ட கிடந்தா மதி, அப்போ ஒரு சீங்கன்னு ரிலீஸ் ஆயிடும். ഇവിടെ മലയാളികളാ കൂടുതൽ. ഈ കോളനിയിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. എന്റെ അച്ഛൻ മലയാളിയാണ്. അവർക്ക് എന്റെ കേരളത്തിലെ ക്ലൈമറ്റ് പിടിക്കില്ല, அதனால இங்க வந்தோம். எடி நீ போய் 2 குப்பி சாராயம் எடுத்துட்டு வா. இந்த சாருக்கு, இந்த சாரு நம்ம നാട്ടുകാരനാണെടി. ആരായാലും കൊള്ളാം, കടം കൊടുക്കാൻ പറ്റത്തില്ല, കാശിന് തരാൻ പറ. അയ്യയ്യയ്യേ, അവൾ അപ്പടിதான். നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പം പാവം പെണ്ണ്, ആ കാലമാട് എന്തെങ്കിലും പിടിച്ചോണ്ട് പോയതാ. ഏവൻ പുഴുത്തെ ചാവൂ. ഇനി ഇതൊരു ബിസിനസ് ആക്കണ്ട. ഞാൻ വരുമ്പോഴെല്ലാം പെണ്ണോടെ കാണണം, മനസ്സിലായോ? അവളോട് മോങ്ങരുന്ന് പറയൂ. ഞാൻ തുടങ്ങി വെച്ചല്ല ഐശ്വര്യം ആടൂ. എന്താടാ ഈ സമയത്ത് നീ ഇവിടെ? മാർക്കറ്റിൽ 10 രൂപയ്ക്ക് കച്ചവടം നടക്കുന്ന സമയമല്ലേ? സാർക്ക് ഒരു ബോട്ടിൽ വേണമെന്ന് சொன்னாங்க. அதான். யார் அவ? இது நம்ம நாட்டில இருந்து வந்த ஆளு. அது சரி, கையில இருக்கிற காசு எடு. எடுத்துக்கண்ண, எடுத்துக்கோ. ആ കുതിരപ്പുറത്ത് വന്നാരാ? அந்த ரெங்கண்ணனோட ரைட் ஹேண்ட் ചന്ദ്രു. ഏതാ ഈ രംഗൻ? അയ്യോ പതുക്കെ, ആരെങ്കിലും കേട്ടാ മതി. எதுக்கடா பயப்படுற? கொஞ்சம் வயிற்றுக்குள்ள போகும்போதாவது சத்தமா பேசக்கூடாதா? சார், അവൻ இந்த ലക്കാച്ചിയിലെ കിങ്. പിന്നെ ചെറുവിരൽ ഉയർത്തിലൊരുത്തനും. അതാ കുഴപ്പം. ചെറുവിരലല്ല ഉയർത്തേണ്ടത്, കാല. എന്നിട്ട് മുഖം വരെ പൊക്കണം. എന്റെ പെങ്ങളാ സാറേ. മീൻകറിയാണോ മോളെ? സാറതൊന്ന് തൊട്ടുകൂട്ടി നോക്കണം. എന്നിട്ട് ആ സുൽത്താന്റെ കാര്യം പറ. എന്താ അവന്റെ പേര്? ചെങ്കയ്യണ്ണൻ. അവനൊന്ന് കാണാൻ എന്താ വഴി? വേണ്ട സാറേ, അയാളെ ഒരിക്കലും കാണരുതെന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. ചട്ടമ്പികൾ എനിക്ക് ഇഷ്ടാടോ, അതുകൊണ്ടാ. അവൻ പൊറിക്ക് സാർ, പിശാച്, സതിയെ. അവന്റെ കാല് നക്കിനാത്താ ഇങ്ങ വാഴ മുടിയും. വേറെ വഴിയില്ലാമ നാങ്ക ഇപ്പിടി പண்றோம். എടോ അറുമുഖം സാർ, തനിക്ക് ഇവനുമൊക്കെ ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ, ശിവൻ മരിക്കും. തനിക്കതറിയില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ശിവൻ മാറൂ. അതാ ശിവന്റെ ക്യാരക്ടർ. എന്താടാ? കുടിക്കാൻ വെള്ളം കൊണ്ടുപോയ പാത്ര പൊയ്ക്കോടാ. രംഗൻ തല്ലാൻ ഉയർത്തിയ കൈ പിടിച്ചത് ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെക്കന്റെ അച്ഛൻ പളനി. കുതിരയ്ക്ക് ലാടം തിറക്കുന്ന പണിയായിരുന്നു. ആനാ രംഗം പക തീർത്തിട്ട് അവൻ പൊണ്ടാറ്റിയെയും അവനെയും വീട്ടുക്കുള്ള പോട്ട് കൊളുത്തിട്ട സാറ്. இப்ப இந்த பையனுக்கு யாருமே இல்லை, அனாத. அந்த கொல்லப்பட்டறையில வேலை செஞ்சு போய்க்கிறேன். എനിക്ക് അയാളൊന്നും കാണിച്ചു തരില്ല അല്ലേ? കാണാൻ എന്തെല്ലാം നല്ല കാഴ്ചകളുണ്ട് സാറേ ഇവിടെ.
അതിനല്ലേ ആളുകൾ ഇവിടെ വന്നു പോകുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കളയാം അല്ലേ സാറേ? കറക്കം ഇപ്പോഴേ തുടങ്ങിയ ലക്ഷണമാ. പിന്നെ എല്ലാവരും പോകുന്ന റൂട്ടിൽ ശിവന് താല്പര്യമില്ല. ரெங்கண்ணம் வந்திலே? இல்ல சார், அவர் அங்க இருந்து தான் ஆகணும். சின்ன பிரச்சனை இருக்கு. எந்த வெட்டி? உங்களுக்கு ஒண்ணும் இல்ல சார், உடனே புறப்பட சொன்னாங்க. ஆரி ரெங்கண்ணா? ஆமா சார், எடுக்கட்டுமா? எடுத்து வை. നീ പോയി ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്യും, ഞാൻ ഈ കക്ഷിന്ന് പൊക്കട്ടെ. ഹലോ ആശാനെ, ഒന്ന് എഴുന്നേറ്റേ. ഹലോ. ഒന്ന് പോടാ, ഉറങ്ങാനും സമ്മതിക്കല്ലേ. ആശാനെ, ഇത് ഞാനാ. നമുക്കിപ്പോ പോണം. ഒന്ന് എഴുന്നേൽക്കുന്നേ. പോവാം, കാലത്ത് പോവാം. ഹലോ. എന്താ മാഷേ? നമുക്കിപ്പൊ തന്നെ പോണം. ഈ പാതിരാക്ക് പോണോ? നേരം എടുത്തിട്ട് പോയാ പോരെ? അല്ല, കാര്യമുണ്ട്. ഒന്ന് എഴുന്നേറ്റേ. ഛേ, എന്തൊരു പുലിവാലാണ്. ഇതാണ് ഈ തൊഴിലിനുള്ള കുഴപ്പം. നമ്മുടെ ഊണും ഉറക്കമൊക്കെ തീരുമാനിക്കുന്ന വേറെ ചില ആളുകളാണ്. ഈ കണക്കിന് പോയാൽ ശരിയാവില്ല. എന്താ സുഖവാസം പെട്ടെന്ന് മതിയാക്കിയത്? ചില പ്രശ്നങ്ങൾ വന്ന് ചാടുന്നത് അപ്രതീക്ഷിതമായിട്ടല്ലേ? അത് കറക്റ്റ്. ശേഖർ, പുറകെ പോലീസ്. ശിവൻ, ഒന്ന് സ്പീഡ് കൂട്ടിക്കോ. അതെങ്ങനാ മാഷേ? മുന്നോട്ട് കാണണ്ടേ? മഞ്ഞ് കണ്ടില്ലേ? നിങ്ങളൊന്ന് ചവിട്ടി വിടുന്ന്, പുറകിൽ പോലീസുണ്ട്. എന്താ പോലീസുകാരെ വരട്ടെ, പ്രശ്നമൊന്നുമില്ല. ഉണ്ട്. ഓ, ഡിസ്പാൻഡീസ് കൂടെ ഉള്ളതാണോ? ഓടുന്ന കാർ റെഡി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സാറേ. വിടറോ, ഇല്ലെങ്കിൽ തലയാൻ തെറിപ്പിക്കും. ഇത് ശരിയല്ല കേട്ടോ. സകല തടികൾ ഇറങ്ങിക്കോ. ഇനി നിന്നെ കൊണ്ടുവന്ന പ്രശ്നമില്ല. ഇറങ്ങല.
അങ്കിൾ ആരാ ഇത്? പറയാം. മോളി എന്ന് ഫസ്റ്റ് എയ്ഡിനുള്ള മരുന്നും കൊണ്ടൊക്കെ എടുത്ത് വെച്ചേ, കുറച്ച് ചൂടുവെള്ളവും. അയ്യോ എന്താ എന്താ എന്നെ ആരാ ഇത്? ഗോൾഫ് ക്ലബിന്റെ അപ്പുറത്ത് ചരിവിൽ കിടക്കുകയായിരുന്നു. അനുമോളം ചെന്നേ. Hello? Mrs. Menon here? I was expecting your call. അതെ. ഓ ഗാഡ്. നോക്കൂ ഗ്രേസി, അവർ ചെയ്ത എന്തായാലും ഇറ്റ്സ് നോട്ട് റൈറ്റ്. പ്രധാന വിശേഷം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ ഒന്നിനെ കൊണ്ടുവന്നു. ഏതാണെന്ന് അറിയില്ല. നല്ല തടിയുണ്ട്. രാധമ്മേ, ഒന്ന് നിന്നേ. എന്താ മെന്നെ? 1 second പ്ലീസ്. ഇത് നാട് മുഴുവൻ വിളിച്ച് അറിയിക്കാൻ പോവാണോ? ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഇത് ഗ്രേസിയാ. ആരായാലും എന്തോ രാവിലെ കൊണ്ടുവന്നെന്നോ തടിയുള്ളതാണെന്നോ ഒക്കെ പറയുന്നത് കേട്ടല്ലോ. അയ്യോ മെന്നെ, ഞാൻ ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന കാര്യം പറയായിരുന്നില്ലേ? ഓ. എന്നിട്ട് ഗ്രേസി, ആ ബ്രൗണിക്ക് തീരെ വയ്യ കേട്ടോ. അതെ. അങ്കിൾ എവിടെയാ ഇയാളെ കണ്ടത്? ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. എന്റെ യൂഷ്വൽ റൈഡ് ഞാൻ ആ വഴി വരാത്ത. ഇന്നെന്തോ ബുക്കി അങ്ങോട്ട് തിരിഞ്ഞു. ഇയാൾ എങ്ങനെ അവിടെ എത്തിന്ന? മോളിലെ റോഡിൽ നിന്ന് വീണതാണേല് ദൈവാധീനം കൊണ്ടാ. കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി കാണും. ആളെ കണ്ടാൽ അറിയാം, ഒരു വഴക്കാളി ലുക്കുണ്ട്. ഇന്നലത്തെ മഞ്ഞ് മുഴുവൻ കൊണ്ടിട്ടുണ്ട്. ദേഹം ഐസ് പോലെ ഇരിക്കുന്നത്. ആ കിറ്റിങ് എടുക്ക. നോക്കും എന്നെ, ഞാൻ പറയുന്നത് ഒന്ന് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞാൽ ആ വർമ്മ ഒന്ന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ആരാ എന്താണെന്നൊന്നും അറിയാതെ നമ്മളിവിടെ കിടത്തണ്ട, അല്ലേ അനി? ആരാ എന്താന്നറിഞ്ഞിട്ട് രാധമ്മ എന്താ ഇയാൾക്ക് വിവാഹാലോചിക്കാൻ പോവാ? ബോധമില്ലാതെ വഴിയരികിൽ കിടന്ന ഒരുത്തന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നതിൽ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ചിന്തിക്ക്, അല്ലേ നീ? ഇയാൾക്ക് ബോധം വന്നു തോന്നുന്നു. ഞാൻ എവിടെയാ? ഇത് ഹോസ്പിറ്റലാ? അല്ല, നിങ്ങൾ എന്റെ വീട്ടിലാ. മാഷാരാ? ഐ ആം ശേഖര മേനോൻ. ഞാൻ റിട്ടയർഡ് മേജറാണ്. നിങ്ങളെ എനിക്ക് ആ വാലിയിൽ നിന്നാണ് കിട്ടിയത്. എന്താ സംഭവിച്ചത്? എന്റെ വണ്ടി അതാ കടൂറന്മാര് കൊണ്ടുപോയി കാണും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ പെണ്ണോ ബിച്ച് വിടില്ല, വിടുവല്ല ഞാൻ. എന്നെ അവർക്ക് അറിയാഞ്ഞിട്ടാ വണ്ടി വിളിക്കാൻ വന്ന ആ ചെറ്റ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊന്ന് അടങ്ങിക്കിടക്കണം. ഞാൻ ഈ മുറിവൊന്ന് ഡ്രസ് ചെയ്യട്ടെ ആദ്യം. ഞാൻ ഇവിടെ ഡ്രസ്സും ചെയ്ത് കിടന്നാൽ ശരിയാകില്ല. നടന്നൊന്നും പറഞ്ഞാൽ ചാക്കോ വെച്ചാൽ വിശ്വസിക്കില്ല. വെട്ടിൽ നിന്ന് വെട്ടിലേക്ക് കാണുമോ ദൈവമേ, നീ എന്നെ കൂടെ ചാടിക്കുന്നു. അയ്യോ.